എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ബന്ധത്തിൽ പുതിയ പ്ലാൻ നോക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നൽകിയിരിക്കുന്ന 2 ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. എന്നിട്ട് റീഡിങ് നോക്കുക. നിങ്ങൾക്ക് 2 ഫയൽ തിരഞ്ഞെടുത്തവർക്കും ഒരേ കോമൺ റീഡിംഗ് ആയിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോ കാർഡിലേക്ക് പോകാം. 6 കാർഡുകളാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്, എപ്പോൾ കണ്ടാലും ബാധകമാണ്. കൂടാതെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നമുക്ക് കാർഡുകളിലേക്ക് പോകാം. 9 ഓഫ് സാർഡ്സ് എന്ന് പറഞ്ഞൊരു കാർഡാണ് നിങ്ങളുടെ ആദ്യ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. ടരോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ളൊരു റീഡിംഗാണ് നമ്മൾ പറയുന്നത്. 9 ഓഫ് സാർഡ്സ് 9 വാളുകൾ എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തി മാനസികമായ സംഘർഷത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന നിലയിലാണുള്ളത്. ആശങ്കയും നിരാശയും കുറ്റബോധവും ആത്മസംഘർഷങ്ങളാൽ ഉഴലുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. സ്വാഭാവികമായും നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാം. നിരവധി പ്രശ്നങ്ങൾ തലക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുന്നു. 9 ഓഫ് സാർഡ്സ് 9 വാളുകൾ വലിയ പ്രതിസന്ധിയാണ്. ഒന്നിലും ഒരു പോംവഴിയുമില്ലാത്ത രീതിയിൽ മാനസികമായ സംഘർഷങ്ങളിൽ ആ വ്യക്തി ഉഴലുകയാണ്. ആ വ്യക്തിയുടെ പ്ലാനിലുണ്ടായ മാറ്റവും ആ വ്യക്തിയുടെ ചിന്തയിലുണ്ടായ മാറ്റവും ഈ കാര്യങ്ങളെല്ലാം അനുസരിച്ചിരിക്കുന്നു. അതായത് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നാനാ തുറകളിലും പ്രശ്നം ആ വ്യക്തി നേരിടുന്നു. പക്ഷെ ആത്യന്തികമായി ഭയപ്പെടാനില്ല. തൻ്റെ തെറ്റുകളെക്കുറിച്ച് ആ വ്യക്തി താൻ തകരുന്നതിന് മുൻപോ തനിക്കൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നേരിടുന്നതിന് മുമ്പോ അറിഞ്ഞിരിക്കുന്നു. കൃത്യമായ സമയത്ത് തനിക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് അറിയാനുള്ള ഭാഗ്യം ഏതായാലും ആ വ്യക്തിക്ക് സിദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തി, അതായത് നിങ്ങളുടെ വ്യക്തി, തെറ്റ് തിരുത്താനുള്ള ഒരു സമയമുണ്ട്. അത് ജീവിതത്തിൽ തെറ്റ് തിരുത്താനുള്ള അവസരം പൂർണ്ണമായി കടന്നുപോയിട്ടില്ല, പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല. തിരിച്ചു വരാനുള്ള ഒരു സമയമുണ്ട്, ഒരു വാതിലുണ്ട്. 9 വാളുകൾ, 9 പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഒരു വഴി എവിടെയോ ആ വ്യക്തിക്ക് വേണ്ടി തുറന്നു കിടക്കുന്നു. അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ആ വ്യക്തിക്ക് തിരിച്ചു വരാനുള്ള എല്ലാ ശക്തിയും ഉണ്ടായിരിക്കുമെന്നും നമുക്കിതിൽ നിന്ന് വ്യാഖ്യാനിക്കാം. അതായത് ആശങ്കപ്പെടുന്നുണ്ടെങ്കിലും ആ വ്യക്തിയെ എഴുതിത്തള്ളണ്ട. ആ വ്യക്തിക്ക് കൃത്യമായിട്ട് തിരിച്ചു വരാനുള്ള സകല സാധ്യതയും അവസ്ഥയും അവസരവുമുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ്. എങ്കിലും കുറ്റബോധവും അവഗണനയും നിരാശയും നാളെ എന്ത് സംഭവിക്കുമോ എന്നുള്ള ഭയവും ആ വ്യക്തിയെ പിന്തുടരുന്നുണ്ട്. പ്രണയ ജീവിതത്തിലോ അതിശക്തമായ വ്യക്തി ജീവിതത്തിലോ വലിയ തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നു. അത് ഒരുപക്ഷെ നിങ്ങളായിട്ടാകാം, അല്ലെങ്കിൽ ഇനി മറ്റാരെങ്കിലുമായിട്ടാണോ എന്നറിയില്ല. നിങ്ങളുടെ വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടെത്തിയതിനാൽ നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിനെ ആകാൻ സാധ്യതയുണ്ട്. ദുഃഖമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, അല്ലെങ്കിൽ ആ വ്യക്തി മോശമായി നിങ്ങളോട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറിയതുമായി ബന്ധപ്പെട്ട പ്രണയസംബന്ധിയായൊരു ദുഃഖമാകാനാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ കാണുന്ന ദുഃഖത്തിൻ്റെ ഒന്നാമത്തെ സാധ്യത. പ്രണയാർദ്രമായി ഉള്ള ഒരു മനസ്സാൽ ഇരിക്കവേ ഒരു കുറ്റബോധം ഉണ്ടായിരിക്കുന്നു. രണ്ടാമത് സാമ്പത്തികവും കരിയർപരവും ആയ അല്ലെങ്കിൽ തൊഴിൽപരവുമായ ഒരാശങ്കയാകാനും ഇടയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആ വ്യക്തി പ്രണയസംബന്ധി മാത്രമല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥയും തീർച്ചയായിട്ടും ഉണ്ടാകാം. അതും ആ വ്യക്തിയുടെ ഈ ദുഃഖത്തിലും നിരാശയിലും ആശങ്കയിലും ആത്മാവിൽ തട്ടിയുള്ള ദുഃഖത്തിനൊക്കെ കാരണമായേക്കാം. ഇത് രണ്ടും ഇൻ്റർ കണക്റ്റുമാകാം, പരസ്പര ബന്ധിതവുമാകാം. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അല്ലെങ്കിൽ ആരോഗ്യപരവും മനഃശാസ്ത്രപരവുമായ ഒരു അനാവശ്യ ചിന്ത അല്ലെങ്കിൽ അനാവശ്യ ബോധ്യം, വഴിവിട്ട ചിന്തകൾ ആ വ്യക്തിയെ
ദുർബലപ്പെടുത്തിയേക്കാം, മാനസികമായിട്ട് തളരുന്നതിലേക്ക് കൊണ്ടുപോയേക്കാം. അതിനും സാധ്യതയുണ്ട്. ഏതായാലും ആ വ്യക്തിക്ക് ഇനിയും തിരിച്ചു വരാൻ കഴിയും, പക്ഷെ മാനസികമായൊരു ദുഃഖത്തിന് ആ വ്യക്തി അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് ഒന്നും പറയാനില്ല. അതുതന്നെയാണ് സാഹചര്യം. രണ്ടാമത്തെ കാർഡിലേക്ക് നമുക്ക് പോകാം. പേജ് ഓഫ് സ്വാർഡ്സ് എന്നുള്ളൊരു കാർഡാണ്. ആ കാർഡ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് എന്താണ് നമുക്ക് നോക്കാനുള്ളതെന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇതൊരു ഊർജത്തിൻ്റെ കാർഡാണ്. നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ കർമ്മ നിരതനാക്കാനുള്ള ഒരു വ്യക്തിയുടെ വ്യഗ്രത കാണാം. താൻ പ്രവർത്തിക്കാൻ സജ്ജമായി ഇറങ്ങി, അതായത് ഉത്സാഹത്തിൻ്റെയും ഉത്സുകതയുടെയും ചിത്രമാണ് നിങ്ങളവിടെ കാണുന്നത്. പുതിയ ഒരു കാര്യം പഠിക്കാനും എന്ത് വന്നാലും അവയെല്ലാം അക്കാഡമിക് ഇൻട്രസ്റ്റോടെ, അല്ലെങ്കിൽ എല്ലാം ഒരു ജിജ്ഞാസയോടെ പഠിക്കാനുള്ള ആവേശത്തിൽ ജീവിതത്തെ മുഴുവൻ കാണുന്ന ഒരു വ്യക്തിയെയാണ് നാം ഇവിടെ കാണുന്നത്. ഉത്സാഹവും ഉത്സുകതയും ആവേശവും എന്തിനെക്കുറിച്ച് മനസ്സ് തുറന്ന് പഠിക്കാനും അറിയാനുമുള്ള ഒരു വ്യക്തിയുടെ മനസ്സ് ഇവിടെ കാണാം. അതായത് ആ വ്യക്തി ആശങ്കയിൽ നിന്നും ഉത്സുകതയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ വ്യക്തിയുടെ ചിന്തകൾക്ക് ചില പോസിറ്റീവ് എനർജി രണ്ടാം കാർഡിൽ വന്നിരിക്കുന്നു. അത് രണ്ടാം ഘട്ടത്തിൽ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാങ്കേതികമായും കൃത്യതയോടെയും വ്യാഖ്യാനിക്കാൻ സാധിക്കും. ആ വ്യക്തി സൂക്ഷ്മമായൊരു പരിശോധന നടത്തുകയാണ്. മറ്റുള്ളവരുടെ പ്രവൃത്തികൾ, വാക്കുകൾ, സാഹചര്യങ്ങൾ അവ യഥാവിധി പരിശോധിച്ച് ജീവിതത്തിൽ സൂക്ഷ്മപാടവത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. ആദ്യഘട്ടത്തിൽ ആശങ്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി ആവേശത്തോടെ മറ്റുള്ളവരെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് കാണാം. പ്രശ്നങ്ങളെ ആഴത്തിൽ വിലയിരുത്താനും പഠിക്കുവാനുള്ള വിവേകം ആ വ്യക്തിക്ക് സിദ്ധിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ വ്യക്തി ഏതു തരത്തിലുള്ള കാലഘട്ടത്തെയും ഏതു തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാനായിട്ട് കൃത്യതയോടെ ആ ഒരു കഴിവ് കാണിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ പോസിറ്റീവായൊരു ട്രെൻഡാണ്. വളരെ പെട്ടെന്ന് ആ വ്യക്തി അനുഭവങ്ങളുടെ കൈപ്പേറിയ തലങ്ങളിൽ നിന്നും അറിവിൻ്റെ വെളിച്ചം നേടിയിരിക്കുന്നു. ഒരു പുതിയ പ്രണയത്തിലേക്കൊരു വ്യക്തി എത്തിപ്പെടുന്നതിൻ്റെ ഊർജമോ പഴയ പ്രണയത്തിൻ്റെ തെറ്റിദ്ധാരണകളിൽ നിന്നുകൊണ്ട് ആ പ്രണയത്തെ ക്രിയാത്മകമായി അറിയുന്ന ഒരു വ്യക്തിയുടെ മനസ്സോ ഇവിടെ കാണാം. മുൻപ് സ്നേഹമുണ്ടായിരുന്നു, പക്ഷേ വിവേകത്തോടെയും കൃത്യതയോടെ അതിനെയും നോക്കിക്കാണുവാനും നിലപാടെടുക്കാനും ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ലായിരുന്നു. പക്ഷേ അനുഭവങ്ങൾ നൽകിയ കൈപ്പേറിയ ഒരു ചില തലങ്ങളിൽ നിന്നും കൃത്യതയോടെ ഈ ബന്ധത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് കൃത്യമായ ആ വ്യക്തി നേടിയിരിക്കുന്നു. ഒരുപക്ഷെ ഒരു പുതിയ വ്യക്തിയുമായുള്ള അടുപ്പമോ അല്ലെങ്കിൽ പഴയ വ്യക്തിയുമായി ഉണ്ടായിരുന്ന അടുപ്പത്തിൻ്റെ സത്യസന്ധമായ ഉള്ളറകൾ തുറന്നുള്ള ഒരു പരിശോധനയെ ഇവിടെ നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനും കൃത്യതയോടെ ഒരുമിച്ച് പോകാനുള്ള ശേഷി ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നു. ആശയവിനിമയത്തിൻ്റെ തലങ്ങളിൽ പരസ്പരം തുറന്ന് സംസാരിച്ചപ്പോൾ പല ആശങ്കകൾക്കും പരിഹാരമുണ്ടായിരിക്കുന്നു. ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചതിനേക്കാൾ താൻ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ പ്ലാനും മാറിയിരിക്കുന്നു. മുൻപുണ്ടായ തെറ്റിദ്ധാരണ പരിപൂർണമായി മാറി ഒരു നല്ല നിലപാടോടുള്ള ബന്ധമായി അത് തീർന്നിരിക്കുന്നു. പുതിയൊരു ജീവിതോപാധിയെക്കുറിച്ചുള്ള കണ്ടെത്തലോ പുതിയൊരു മേഖലയിലേക്കുള്ള ഒരു വ്യക്തിയുടെ കടന്നു വരവോ ഒക്കെ ഇവിടെയുണ്ട്. തനിക്കിനി ആശങ്കപ്പെടാനൊന്നുമില്ല. തനിക്ക് ഒന്നുമില്ല എന്ന് താൻ കരുതിയിൽ നിന്ന് വ്യത്യസ്തമായി തനിക്ക് തൻ്റെ വ്യക്തിയെ പോറ്റാനും തൻ്റെ വ്യക്തിക്ക് തന്നെ പോറ്റാനും അങ്ങനെ അഭിമാനത്തോടെ ഇവിടെ ജീവിക്കാനുള്ള ഏതോ ഒരു വക സാധ്യമായിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് ആ വ്യക്തിയുടെ മനസ്സിൽ കാണാം. ഇനി ആശങ്കപ്പെടാനൊന്നുമില്ലാത്തൊരു മനസ്സ് നമുക്ക് ഈ രണ്ടാമത്തെ കാർഡിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നായി വായിച്ചെടുക്കാൻ സാധിക്കുന്നു. എന്നിട്ടും ആ വ്യക്തി നിന്നിട്ടില്ല. കൂടുതൽ അന്വേഷണവും പാഠവും നിരീക്ഷണവും പരിശോധനയുമായി കൂടുതൽ നേട്ടങ്ങൾക്കും കൂടുതൽ നയ രൂപീകരണത്തിനുമായി ആ വ്യക്തി മുന്നോട്ട് പോകുന്നു. നല്ല നിലയിൽ ആശങ്കയില്ലാതെ പോകുമ്പോഴും അന്യായമായ ഒന്നും സംഭവിക്കരുതെന്നുള്ള കരുതലോടുകൂടിയാണ് ആ വ്യക്തി പോകുന്നത്. മനസ്സിലെപ്പോഴും പുതിയ സാധ്യതകൾ തേടിയുള്ള ഒരു യാത്ര ആ വ്യക്തി സ്വയമേവ ഹൃദയത്തിനുള്ളിൽ നടത്തുന്നുമുണ്ട്. ധൈര്യവും വിവേകവും ഉപയോഗിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്
നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം. അതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. വിജയം പൂർത്തിയാകുകയാണ് മൂന്നാമത്തെ കാർഡിൽ. ദി വേൾഡ് എന്ന കാർഡാണ്. ലോകം മുഴുവനും കീഴടക്കാൻ ഉള്ള ആർജവവുമായി നിങ്ങൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ കഠിനാധ്വാനത്തിലൂടെയും സൂക്ഷ്മ ജ്ഞാനത്തിലൂടെയും നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഏകാഗ്രമായ ഭാവത്തോടെയും നിങ്ങൾ ലക്ഷ്യം നേടിയിരിക്കുന്നു. നിങ്ങൾ വിജയത്തോടടുത്തിരിക്കുന്നു. നിങ്ങൾ കീർത്തി നേടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ആ വ്യക്തിയുടെ മനസ്സിനെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് മനസ്സിലായി താൻ നേടിയിരിക്കുന്നു, തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് താൻ എത്തിയിരിക്കുന്നു, തൻ്റെ വഴികളിലേക്ക് താൻ എത്തിയിരിക്കുന്നു. എല്ലാത്തിലും ഒരു സമ്പൂർണതയും സ്വയം പര്യാപ്തതയിലേക്കും എത്തിയതായ ഒരു ഘട്ടമാണ് മൂന്നാമത്തെ കാർഡും മൂന്നാമത്തെ ഘട്ടവും. ജീവിതത്തിൽ അനുഭവങ്ങളിൽ നിന്ന് നേടിയ കരുത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിജയങ്ങളൊക്കെ നിങ്ങൾ വാരിക്കൂട്ടിയിരിക്കുന്നത്. പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകാനും ജീവിതത്തിൽ വിജയം വരിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ശാരീരികമോ മാനസികമോ ആത്മീയവുമായൊരു യാത്രക്ക് നിങ്ങൾ ഒരുങ്ങുകയാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും അത്തരമൊരു യാത്രക്ക് ഒരുങ്ങുകയാണ്. യാത്ര എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം എവിടേക്കാണ് യാത്ര പോയിട്ടുള്ളതെന്നുള്ളത്. എവിടേക്കാണ് യാത്ര എന്നുള്ളതല്ല, നിങ്ങൾ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ യാത്ര ചെയ്തേക്കാം. ആ യാത്രയിൽ ഒരുപാട് അനുഭവ സമ്പത്ത് നിങ്ങൾക്കുണ്ടാവുന്നു. ജീവിതത്തിൽ ഒരു അന്വേഷണത്തിൻ്റെ ഒരു പ്രയാണം തന്നെയാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ പോസിറ്റീവാകുന്നു. മാറ്റങ്ങളുടെ തലങ്ങളിൽ നിങ്ങൾക്ക് എത്തുന്നു. നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കൈവരുന്നു. നിങ്ങളുടെ വ്യക്തി ഒരുപക്ഷെ പല കാര്യങ്ങളിലും ആശങ്കപ്പെട്ട് പോയിക്കൊണ്ടിരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ നിന്ന് മാറി കൃത്യമായ ദിശാബോധത്തിൽ മാനസികമായും ശാരീരികമായും എത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അലയൊലികളും ഗുണങ്ങളും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധത്തിൽ കാണാൻ കഴിയും. ആ വ്യക്തി എടുക്കുന്ന നിലപാടുകളിൽ നിങ്ങൾക്ക് ആ ഒരു വിജയം കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. കാരണം നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ചുണ്ട്. ബാധ്യതയിലായി എന്ന് തോന്നിയ ഒരു പ്രണയത്തെ മാനസികമായി ഒരു സൗഭാഗ്യമായി കരുതുന്ന തലത്തിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. പ്രണയം ബാധ്യതയായിരുന്നു എന്ന് ആ വ്യക്തി ഒരുപക്ഷെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നിങ്ങളൊരു സൗഭാഗ്യമാണ് എന്നുള്ള തലത്തിലേക്ക് ആ വ്യക്തിയുടെ മനസ്സ് സഞ്ചരിച്ചിരിക്കുന്നു. അത് പെരുമാറ്റത്തിലും സ്നേഹപ്രകടനത്തിലും നിങ്ങൾക്ക് കൃത്യമായി അറിയാനും കഴിയും. നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നു. വിജയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു. നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നു. വെല്ലുവിളികളെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്നു. പുതിയ തൊഴിലും പുതിയ ജീവിതമാർഗവും നിങ്ങളെ തേടിയെത്തുന്നു. അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. അങ്ങനെ ആത്മീയ ഭൗതിക അവസ്ഥകൾ പുരോഗമിക്കുന്നതിൻ്റെ ഒരു ശക്തമായ സാന്നിധ്യം നിങ്ങൾക്കറിയാൻ കഴിയും. നമുക്ക് നാലാമത്തെ കാർഡിലേക്ക് പോകാം. ജഡ്ജ്മെൻറ്റ് എന്ന കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആത്മീയത, പുനർജന്മം, പരിവർത്തനം. മാനസികമായും ശാരീരികമായും ഇതുവരെ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്ന് അതീതമായ ചില അറിവുകൾ നിങ്ങൾ നേടുക. അവസാനം നിങ്ങളൊരു നിഗമനത്തിലെത്തുന്നു. ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തി ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. താൻ അറിഞ്ഞതിൽ കൂടുതൽ ഒരുപാട് സത്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും തൻ്റെ മനസ്സ് ഇതുവരെ കണ്ടതല്ല അനുഭവങ്ങളിൽ നിന്നും താൻ അവസാനമായി അറിഞ്ഞത് എന്നും ആ വ്യക്തി ചിന്തിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. അതുവരെ കണ്ട വിശ്വാസവും അതുവരെ കണ്ട നിലപാടുകളും മാറിമറയുന്നു. ഭൗതികവും ആത്മീയവുമായൊരു ഉണർവ് ആ വ്യക്തിയെ പുൽകുന്നു. ആത്മാവിൻ്റെ വളർച്ചയ്ക്കും പരിവർത്തനത്തിനും കാരണമാകുന്നു. അതുവരെ കാണാത്ത ചില സത്യങ്ങൾ ആ വ്യക്തി അറിയുന്നു, അംഗീകരിക്കുന്നു, മനസ്സിലാക്കുന്നു. നിരവധി പ്രയാസങ്ങൾക്കും ദുരിതത്തിനും അവഗണനകൾക്കും അപ്പുറത്തേക്ക് സന്തോഷവും ആശ്വാസവും ആത്മസംതൃപ്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കുന്നു. അങ്ങനെ നല്ല ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നു. ആ വ്യക്തിയുടെ ചിന്തയിലും ആ വ്യക്തിയുടെ പ്രവൃത്തിയിലും ഒക്കെ നിങ്ങൾക്ക് ആ നല്ല കാലത്തെ ദർശിക്കാൻ കഴിയുന്നു. നിങ്ങളോടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലും നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിലും ആത്മാർത്ഥതയുടെ കാര്യത്തിലുമൊക്കെ ആ വളർച്ച, ആ നേട്ടം നിങ്ങൾക്ക്
കൃത്യമായി കാണാൻ സാധിക്കും. ഈ കാർഡ് അതായത് 2 ഓഫ് കപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. 2 കപ്പുകൾ പുതിയൊരു ബന്ധത്തിൻ്റെ ഊഷ്മളമായ തുടക്കമോ പഴയൊരു ബന്ധത്തിൻ്റെ തെറ്റിദ്ധാരണകളും അതിൻ്റെ മോശം അവസ്ഥയും മാറ്റി അത് പുനർജന്മം പോലെ പുനരുജ്ജീവിക്കുന്നതുമായൊരവസ്ഥയാണ്. ഇവിടെ ഇതുവരെ മനസ്സിലാക്കാതിരുന്ന 2 ഹൃദയങ്ങൾ, അവയ്ക്കിടയിലുള്ള ആ അകലങ്ങൾ കുറച്ചുകൊണ്ട് ഒരുമിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആത്മാവിൻ്റെ കഷണം എവിടെയായിരുന്നു എന്നുള്ള യഥാർത്ഥത്തിലുള്ളൊരു തേടലാണിത്. 2 ഓഫ് കപ്സ് കാണാതിരുന്ന, അടുക്കാതിരുന്ന, അറിയാതിരുന്ന, മനസ്സിലാക്കാതിരുന്ന, അടുത്തിരുന്നിട്ടും ഹൃദയം കൊണ്ട് ഹൃദയത്തെ പുൽകാതെ പോയ 2 വ്യക്തികളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ ചരിത്രമാണ് ഇനി എഴുതാൻ പോകുന്നത്. 2 ഓഫ് കപ്സ്. മനസ്സിലാക്കാതെ പോയ സമയങ്ങളോർത്ത് നിങ്ങൾ നിരാശപ്പെട്ടു പോകും. ഇങ്ങനെയായിരുന്നെങ്കിൽ നേരത്തെ നമുക്ക് ഒരുമിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് നമ്മൾ ഇത്ര വൈകിപ്പോയി? അടുത്തിരുന്നിട്ടും നിന്നെ അറിയാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. നീ ഇങ്ങനെയായിരുന്നല്ലേ, ഞാൻ കരുതിയത് ഇങ്ങനെയല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുക്കുന്ന ഒരു രംഗമാണ് ഇനി സംഭവിക്കാനുള്ളത്. ജീവിതത്തിൽ സഹകരണത്തോടെ മുന്നോട്ടു പോകാനും പരസ്പരം സ്നേഹിച്ച് പരസ്പരം ഇല്ലായ്മകളിലും വല്ലായ്മകളിലും ഒരുമിച്ച് താങ്ങായി തണലായി മാറാനുള്ള 2 വ്യക്തികളുടെ തീരുമാനത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിനക്കില്ലാത്തത് ഞാൻ നൽകും, എനിക്ക് ഇല്ലാത്തത് നീയും നൽകും എന്നുള്ള ഒരു ജീവിതഗന്ധിയായ ആത്മാർത്ഥത ഇനി നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും നിങ്ങളിൽ നിന്നും ഒക്കെ ആ വ്യക്തിക്കും ഇനി കാണാൻ കഴിയും. സന്തോഷം, ആനന്ദം, ആത്മാർത്ഥത, നന്മ, സ്നേഹം, സമാധാനം, ആത്മസംതൃപ്തി ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. ഇതെല്ലാം ഇതുവരെ ലഭിക്കാതിരുന്നതാണ് എന്ന് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇനി അത് ലഭിക്കുകയാണ്. ഇതൊക്കെ എവിടെയായിരുന്നു ഇതുവരെ ഒളിച്ചിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. സഹാനുഭൂതിയുടെ, കാരുണ്യത്തിൻ്റെ, നന്മയുടെ, സഹതാപത്തിൻ്റെ, മനസ്സിലാക്കലിൻ്റെ, ത്യാഗത്തിൻ്റെയൊക്കെ ആയ നിമിഷങ്ങൾ പരസ്പരം നിങ്ങൾ കൈമാറും. അങ്ങനെ ഏറ്റവും തീക്ഷ്ണമായൊരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ടാകും. നമുക്ക് അടുത്ത അവസാനത്തെ കാർഡിലേക്ക് പോകാം. 9 ഓഫ് കപ്സ്. 9 കപ്പുകൾ. ജീവിതത്തിലെ വിജയത്തിൻ്റെ അവസാന ഫിനിഷിംഗ് പോയിൻ്റ്. ആത്മസംതൃപ്തിയുടെയും നേട്ടങ്ങളുടെയും സഹാനുഭൂതിയുടെയും കാരുണ്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഏറ്റവും വലിയ ഭാവം, ഏറ്റവും വലിയ തലത്തിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇവിടെ പുതുമയുടെ, നന്മയുടെ, ആത്മാർത്ഥതയുടെ, വിജയത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സംതൃപ്തിയുടെ അവസാന പോയിൻ്റാണ്. ഇതിൽ കൂടുതൽ ഇതൊന്നും നിങ്ങൾക്കൊരിടത്തും കിട്ടുകയില്ല. നിങ്ങളുടെ ജീവിതം അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തുന്ന അപൂർവമായ നിമിഷം, അപൂർവമായ നേട്ടം. ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നു, അറിയുന്നു. ഇനി അറിയാനോ മനസ്സിലാക്കാനോ ഇനി നൽകാനോ മറ്റൊന്നുമില്ല. എല്ലാം നൽകിക്കഴിഞ്ഞിരിക്കുന്നു, എല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നേടാനും അടുക്കാനും ഒന്നുമില്ല. അത്രത്തോളം അടുത്തിരിക്കുന്നു. സന്തോഷം, സംതൃപ്തി, നേട്ടം, ആത്മാർത്ഥത എല്ലാം ഇവിടെ സജ്ജമായിരിക്കുന്നു. വളർച്ച, നേട്ടം, സമൃദ്ധി എല്ലാം ഉണ്ട്. സമാധാനം, ആഗ്രഹങ്ങൾ നിറവേറ്റി സുരക്ഷിതത്വത്തിലേക്കെത്തുന്നു. കരിയറിലും പ്രണയത്തിലും ഭൗതിക ആത്മീയ ജീവിതങ്ങളിലും എല്ലാം ഒരുപോലെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ ജീവിത വിജയത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ടേണിംഗ് പോയിന്റിലെത്തിയിരിക്കുന്നു. ആഗ്രഹിച്ചത് മുഴുവനും നേടുകയും ആഗ്രഹിച്ച വ്യക്തിക്കൊപ്പം ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം ലഭിക്കുകയും ചെയ്യുന്നു. സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു. ആശങ്കപ്പെട്ടവരും ഉപദ്രവിച്ചവരും വെല്ലുവിളിച്ചവരും ഒക്കെ പോയി മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചവർ നിങ്ങളോടൊപ്പം അവസാനം വരെ സ്നേഹത്തോടെ, നന്മയോടെ, ആത്മാർത്ഥതയോടെ നിലകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.